നമസ്കാരം. എമ്പുരാന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. വളരെ വലിയ ഓളമാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിന്റെ ടീസറിന് ലഭിച്ചത്. മോഹൻലാൽ നായകനായിട്ട് വന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ടീസർ ട്രെൻഡിങ് നമ്പർ 1 ആയിട്ട് നിൽക്കുകയും മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ പോലും ട്രെൻഡിങ്ങിൽ കയറുകയും ചെയ്ത ഒരു ടീസർ ആയിരുന്നു ഇതിന്റേത്. വലിയ കാര്യമായിട്ടുള്ള റെക്കോർഡ് കളക്ഷനൊക്കെ ഇടും എന്ന് കരുതി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു. ചിത്രത്തിന്റെ ടീസറിന് റെക്കോർഡ് ഇടാൻ സാധിച്ചില്ല. ആ റെക്കോർഡ് ഇട്ടിരിക്കുന്ന ആൾ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ തന്നെ ആ ഒരു സമയത്ത് തന്നെ എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയാണ്. കിങ് ഓഫ് കൊത്തയുടെ ടീസറാണ് നിലവിലും ആ റെക്കോർഡ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി അതിനെ വെട്ടിക്കാൻ ആര് വരും എന്നുള്ളതും കൂടി അറിയത്തില്ല. ഇതൊരു റെക്കോർഡാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. പക്ഷെ ആ റെക്കോർഡാണോ എന്ന് ചോദിക്കുന്നവർ തന്നെ എമ്പുരാൻ ഈ റെക്കോർഡ് വെട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആഘോഷിച്ചേനെ എന്നുള്ളത് മറ്റൊരു സത്യം. എന്ത് തന്നെയാലും ഇതിന് വലിയ ഒരു പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല എന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം കൊട്ടിഘോഷിച്ച അല്ലെങ്കിൽ ആരാധകർ ഇത്രയധികം വളരെ കാര്യമായിട്ട് തന്നെ തുള്ളിച്ചാടി നടന്ന കണ്ട ആ ഒരു ടീസറിന് ഈ റെക്കോർഡ് വെട്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ടീസറിന്റെ റെക്കോർഡല്ല സിനിമയുടെ വിജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ റെക്കോർഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കിങ് ഓഫ് കൊത്തയുടെ തിയേറ്റർ റിലീസിന് ശേഷമുള്ള അവസ്ഥ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല എമ്പുരാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രം എന്നുള്ള ലിസ്റ്റിൽ നിൽക്കുന്നത്, 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ മുകളിലായിരുന്നു കിങ് ഓഫ് കൊത്ത ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ളത് കൂടി ഈ ഒരു റെക്കോർഡ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്തുതന്നെയാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ മറ്റു പല വീഡിയോകളുമായിട്ട് നാളെ മുതൽ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണും വരെ നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.